ഗുഡ് മോർണിംഗ്. നമ്മുടെ ഇംഗ്ലീഷ് ക്ലാസ്സുകളിലേക്ക് സ്വാഗതം. മഹാരാജാസിൻ്റെ രണ്ടാമത്തെ ഇംഗ്ലീഷ് ക്ലാസ്സാണ് നിങ്ങൾ കേൾക്കുന്നത്. ഇംഗ്ലീഷ് നമുക്കറിയാം ടോട്ടൽ 100 മാർക്കിനാണ്. 100 മാർക്കിൽ 80 മാർക്ക് 20 മാർക്ക് ഇങ്ങനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ 80 മാർക്കിൽ നമ്മൾ മനസ്സിലാക്കുക, 80 മാർക്കിൽ TE ആണ്, 20 മാർക്കിൽ CE ആണ്. TE എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫുൾ ഫോം ടെർമിനൽ ഇവാലുവേഷൻ എന്നാണ്. ടെർമിനൽ ഇവാലുവേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ റിട്ടൺ എക്സാമിനേഷൻ എന്നാണ് ഉദ്ദേശിക്കുന്നത്, എഴുത്ത് പരീക്ഷ. രണ്ടാമത്തത് CEയുടെ ഫുൾ ഫോം എന്ന് പറയുന്നത് കണ്ടിന്യൂവസ് ഇവാലുവേഷൻ എന്നാണ്. കണ്ടിന്യൂവസ് ഇവാലുവേഷനിൽ വരുന്നത് എന്താണെന്നൊക്കെ പറഞ്ഞാൽ പ്രോജക്റ്റോ അസൈൻമെൻറ്റോ മറ്റുള്ള കാര്യങ്ങളാണ് കണ്ടിന്യൂവസ് ഇവാലുവേഷനിൽ നമുക്ക് വരുന്നത്. കണ്ടിന്യൂവസ് ഇവാലുവേഷന് 20 മാർക്കും ടെർമിനൽ ഇവാലുവേഷന് 80 മാർക്കും, അങ്ങനെ ടോട്ടൽ 100 മാർക്കിനാണ് നമുക്ക് ഇംഗ്ലീഷിൻ്റെ എക്സാം, പബ്ലിക് എക്സാം. ഇത് ഈ ഒരു പാറ്റേൺ നമ്മളൊന്ന് മനസ്സിലാക്കി വയ്ക്കുക. നമ്മുടെ ടെക്സ്റ്റ് ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ്. ഇതിൽ കുറേ യൂണിറ്റുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങളോട് പറഞ്ഞിരുന്നു. അതിലെ ഫസ്റ്റ് യൂണിറ്റ് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തുകയാണ്. ഫസ്റ്റ് യൂണിറ്റിൽ 4 ലെസൺസ് ആണ്. ആ ഫസ്റ്റ് യൂണിറ്റിൻ്റെ പേരാണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്, ഗ്ലിംസസ് ഓഫ് ഗ്രേറ്റ്നസ് എന്നാണ്. അതിൻ്റെ ഉച്ചാരണം ഇങ്ങനെയാണ്, ഗ്ലിംസസ് ഓഫ് ഗ്രേറ്റ്നസ്. ഈ 2 വാക്കുകളുടെയും മലയാള അർത്ഥം ഞാൻ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. ഒന്ന്, ഗ്രേറ്റ്നസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഗ്രേറ്റ്നസ് എന്ന വാക്കിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് മഹത്വം എന്നാണ്, ഉത്കൃഷ്ടത എന്നാണ് മലയാളത്തിൽ നമ്മൾ പറയുക. ഗ്ലിംസസ് എന്ന വാക്കിൻ്റെ അർത്ഥം നമ്മൾ സാധാരണ പറയാറുണ്ട്, ഒരാൾ മിന്നായം പോലെ പോവുക, മിന്നായം, എത്തി നോക്കുക എന്നൊക്കെ ഉള്ളൊരു മീനിങ് ആണ് ഗ്ലിംസസ്. അപ്പോൾ ഉത്കൃഷ്ടതയുടെ മിന്നായങ്ങൾ എന്നാണ് ഗ്ലിംസസ് ഓഫ് ഗ്രേറ്റ്നസ് എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഈ ഗ്ലിംസസ് ഓഫ് ഗ്രേറ്റ്നസ് എന്ന് പറയുന്ന യൂണിറ്റിൽ 4 ലെസൺസ് ഉണ്ട്. ഇത് നമ്മൾ മനസ്സിലാക്കുക. ഗ്ലിംസസ് ഓഫ് ഗ്രേറ്റ്നസ്സിൽ 4 ലെസൺസ് ഉണ്ടെങ്കിലും അവിടെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ആ ടെക്സ്റ്റ് ബുക്ക് തുടങ്ങുന്നത്, ആ ഗ്ലിംസസ് ഓഫ് ഗ്രേറ്റ്നസ് ആരംഭിക്കുന്നത് മഹത്തായ ഒരു കൊട്ടേഷനോട് കൂടിയാണ്. ആ ഗ്രേറ്റ്നസ് എന്ന വാക്കിൻ്റെ മീനിങ് പൂർണ്ണമായും ഉൾക്കൊള്ളുന്ന തരത്തിലുള്ള ഒരു കൊട്ടേഷനോട് കൂടിയാണ് ആ ടെക്സ്റ്റ് ബുക്ക് ആരംഭിക്കുന്നത്. ആ കൊട്ടേഷൻ എന്താണ് എന്ന് പറഞ്ഞാൽ, സം ആർ ബോൺ ഗ്രേറ്റ്, സം അച്ചീവ് ഗ്രേറ്റ്നസ്, സം ഹാവ് ഗ്രേറ്റ്നസ് ത്രസ്റ്റ് അപ്പോൺ ദം. It is not my quotation, it is not my speech, but this is a famous quotation of a popular English dramatist called William Shakespeare. നോക്കുക, ഷേക്സ്പിയർ. I am sure that the students know very well about William Shakespeare. ഷേക്സ്പിയറിനെ കുറിച്ച് മനസ്സിലാക്കുമ്പോൾ നമ്മുടെ മനസ്സിലൂടെ പ്രധാനമായി ഓടിയെത്തുന്ന അദ്ദേഹത്തിനെ കുറിച്ച് പറയുന്നത്, he is the greatest dramatic and poetic genius that the world has ever seen. ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും പ്രശസ്തനായ കാവ്യ നാടക പ്രതിഭയായിരുന്നു വില്യം ഷേക്സ്പിയർ. അതിൻ്റെ ഇംഗ്ലീഷാണ് ഞാൻ പറഞ്ഞത്. ഷേക്സ്പിയർ ഈസ് ഓർ ഷേക്സ്പിയർ വാസ് ദ ഗ്രേറ്റസ്റ്റ് ഡ്രമാറ്റിക് ആൻഡ് ദ പൊയറ്റിക് ജീനിയസ് that the world has ever seen. ആ വില്യം ഷേക്സ്പിയർ ആണ് ഈ കൊട്ടേഷൻ പറഞ്ഞിരിക്കുന്നത്. സം ആർ ബോൺ ഗ്രേറ്റ്,
some achieve greatness and some have greatness thrust upon them. ഇവിടെ നോക്കുക, നമ്മുടെ എക്സാമിന് എഴുതുമ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ കണ്ടിന്യൂസ് ഇവാലുവേഷൻ ഉണ്ടല്ലോ, പ്രോജക്റ്റും അസൈൻമെൻറ്റും ഒക്കെ ഉണ്ടല്ലോ. ആ പ്രോജക്റ്റും അസൈൻമെൻറ്റിലും ഒരു പക്ഷേ ഈ പോയിൻറ്റ്സ് ഒക്കെ നമുക്ക് കൊണ്ടുവരേണ്ടി വരും. അതുകൊണ്ട് ആദ്യം ഷേക്സ്പിയർ എന്ന് എഴുതി പഠിക്കുക. ചില കുട്ടികൾക്ക് പറ്റുന്ന അബദ്ധം എന്ന് പറയുന്നത് ചില വാക്കുകളെ സ്പ്ലിറ്റ് ചെയ്ത് പറയും. നോക്കുക, ചില വാക്കുകൾ സ്പ്ലിറ്റ് ചെയ്യും. ഷേക്സ്പിയറിനെ സ്പ്ലിറ്റ് ചെയ്ത് കളയും. ഷെയ്ക്ക് ഒരു വാക്ക്, സ്പിയർ അതിൻ്റെ സ്പെല്ലിങ് തന്നെ മാറ്റിക്കളയും അവർ ഒരു പക്ഷേ. എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? ഷേക്സ്പിയറിനെ, മഹാനായ ഷേക്സ്പിയറിനെ മലയാളത്തിൽ പറയുകയാണെങ്കിൽ കുന്തം കുലുക്കി എന്ന് എഴുതി കളയും ചില കുട്ടികൾ. അതുകൊണ്ട് സ്പെല്ലിംഗ് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുക. ഷേക്സ്പിയർ. ചില ഇംഗ്ലീഷ് വേർഡ്സ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ എവരിബഡി. എവരിബഡി എന്നുള്ള വാക്കെന്ന് പറയുന്നത് അത് നമ്മുടെ സിംഗിൾ വേർഡാണ്. ചില കുട്ടികൾ എഴുതുമ്പോൾ എവരി ഒരു ഭാഗത്തും ബോഡി വേറൊരു ഭാഗത്തും എഴുതും. മീനിങ്ങിൽ വ്യത്യാസം വരികയാണ്. അതുപോലെ നോബഡി. നോബഡി എന്ന് ചില കുട്ടികൾ എഴുതുമ്പോഴോ നോ ഒരു സ്ഥലത്തും ബോഡി വേറൊരു സ്ഥലത്തുമായിരിക്കും എഴുതുന്നത്. മീനിങ്ങിൽ വ്യത്യാസം വരും. അതുകൊണ്ട് ഇംഗ്ലീഷിലെ വാക്കുകൾ സ്പ്ലിറ്റ് ചെയ്യേണ്ടത് സ്പ്ലിറ്റ് ചെയ്യുക, അല്ലാത്തത് നമ്മൾ വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക. ആ ഷേക്സ്പിയർ പറഞ്ഞിരിക്കുന്ന ഒരു കൊട്ടേഷനോട് കൂടിയാണ് ഈ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ആരംഭിക്കുന്ന, ഫസ്റ്റ് യൂണിറ്റ് ആരംഭിക്കുന്നത്. ആ കൊട്ടേഷൻ ഏതിലാണ് എന്നുള്ളത് ഞാൻ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. ഷേക്സ്പിയറിൻ്റെ നാടകങ്ങളിൽ ട്രാജഡീസ് ഉണ്ട്, കോമഡീസ് ഉണ്ട്, ഹിസ്റ്റോറിക്കൽ പ്ലേസ് ഉണ്ട്, ഡ്രമാറ്റിക് റൊമാൻസുകളുണ്ട്. അതിൽ അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഗ്രേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു കോമഡിയാണ് 12th നൈറ്റ്, 12ാം രാത്രി, ദ്വാദശരാത്രം എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പറയും. അപ്പോൾ 12th നൈറ്റ് എന്ന നാടകത്തിലെ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു സ്പീച്ചാണ്, ഒരു കഥാപാത്രത്തിൻ്റെ സ്പീച്ചാണ് നമ്മളിവിടെ എഴുതിയിരിക്കുന്നത്. സം ആർ ബോൺ ഗ്രേറ്റ്, സം അച്ചീവ് ഗ്രേറ്റ്നസ് ആൻഡ് സം ഹാവ് ഗ്രേറ്റ്നസ് ത്രസ്റ്റ് അപ്പോൺ ദം. അപ്പം നമ്മൾ മനസ്സിലാക്കുക, നമ്മുടെ ടെക്സ്റ്റിലെ ഗ്ലിംസസ് ഓഫ് ഗ്രേറ്റ്നസ് എന്ന് പറയുന്ന ഫസ്റ്റ് യൂണിറ്റിലെ പിന്നീട് ആദ്യമായി തുടങ്ങുന്നത് തന്നെ ഈ ഒരു കൊട്ടേഷനോട് കൂടിയാണ്. ആ കൊട്ടേഷൻ്റെ ഉപജ്ഞാതാവ് എന്ന് പറയുന്നത് വില്യം ഷേക്സ്പിയർ ആണ്. വില്യം ഷേക്സ്പിയർ ആരാണെന്ന് നമുക്കറിയാം. നമ്മൾ മനസ്സിലാക്കി. അദ്ദേഹത്തിൻ്റെ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു കോമഡിയുണ്ട്. ആ കോമഡിയുടെ പേരെന്താണ്? 12th നൈറ്റ് എന്നാണ്. ആ 12th നൈറ്റ് എന്ന നാടകത്തിലെ ഒരു സ്പീച്ചാണ് നമ്മൾ എഴുതിയിരിക്കുന്ന ഈ കൊട്ടേഷൻ, നമ്മൾ എഴുതിയിരിക്കുന്ന ഈ പോയിൻറ്റ്സ് നമ്മൾ അത് എങ്ങനെയാണ്, എന്താണ് അതിൻ്റെ മീനിങ് എന്ന് മനസ്സിലാക്കുക. നോക്കുക, ഷേക്സ്പിയർ പറയുന്നു, സം ആർ ബോൺ ഗ്രേറ്റ്, സം ആർ ബോൺ ഗ്രേറ്റ്. എന്താ അതിൻ്റെ മലയാള അർത്ഥം എന്ന് പറയുന്നത്? ചില വ്യക്തികൾ എന്താണ് ഗ്രേറ്റായി ജനിക്കുന്നു, അവർ ജന്മന മഹാന്മാരായി ജനിക്കുന്നു, ഉത്കൃഷ്ടരായി ജനിക്കുന്നു, മഹത്വം നിറഞ്ഞവരായി മാറിയിരിക്കുന്നു. സം അച്ചീവ് ഗ്രേറ്റ്നസ്. പക്ഷേ മറ്റു ചില വ്യക്തികൾ ആ ഗ്രേറ്റ്നസ് അച്ചീവ് ചെയ്യുന്നത്, അവരുടെ മഹത്വം, അവരുടെ ഉത്കൃഷ്ടത അവർ അച്ചീവ് ചെയ്യുന്നു, അവർ നേടിയെടുക്കുന്നു. ബട്ട് അറ്റ് ദി സെയിം ടൈം സം ഹാവ് ഗ്രേറ്റ്നസ് ത്രസ്റ്റ് അപ്പോൺ ദം. അതേസമയം തന്നെ ചില ആൾക്കാരിലേക്ക് ഗ്രേറ്റ്നസ് നമ്മൾ എന്ത് ചെയ്യുന്നു? ത്രസ്റ്റ് ചെയ്യുന്നു, ചുമത്തുന്നു. അപ്പോൾ ഈ 3 പോയിന്റുകളാണ് നമ്മൾ മനസ്സിലാക്കാനുള്ളത്. സം ആർ ബോൺ ഗ്രേറ്റ്, സം അച്ചീവ് ഗ്രേറ്റ്നസ് ആൻഡ് സം ഹാവ് ഗ്രേറ്റ്നസ് ത്രസ്റ്റ് അപ്പോൺ ദം. ഇത് എന്തിനെക്കുറിച്ച് പറയുന്നു എന്ന് പറഞ്ഞാൽ, സക്സസ് ഈസ് അൺഡൗട്ടഡ്ലി ദ ഫ്രൂട്ട് ഓഫ് പെർസീവിയറൻസ്. ഇവിടെ നോക്കുക, ഒരു പുതിയ വാക്കിലേക്ക് നിങ്ങളെ ഞാൻ കൊണ്ടുപോവുകയാണ്. എന്താ ആ വാക്കെന്ന് പറയുന്നത്? പെർസീവിയറൻസ്. അവിടെ ഞാൻ പറഞ്ഞ പോയിന്റ് ഇതാണ്. സക്സസ് ഈസ് അൺഡൗട്ടഡ്ലി ദ ഫ്രൂട്ട് ഓഫ് പെർസീവിയറൻസ്. എന്താ അതിൻ്റെ മലയാള അർത്ഥം? പെർസീവിയറൻസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം സ്ഥിരോത്സാഹം എന്നാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ സെൻറ്റൻസിൻ്റെ അർത്ഥം എന്താണ്? സക്സസ് ഈസ് അൺഡൗട്ടഡ്ലി ദ ഫ്രൂട്ട് ഓഫ് പെർസീവിയറൻസ്. വിജയം എന്ന് പറയുന്നത്
നിസ്സംശയം നമുക്ക് പറയാൻ കഴിയും സ്ഥിരോത്സാഹത്തിൻ്റെ ഒരു ഫ്രൂട്ടാണ്, ഒരു ഖനിയാണ്, ഒരു നേട്ടമാണ് എന്ന് നമുക്ക് പറയാൻ കഴിയും. ഇവിടെയും നമ്മൾ അത് തന്നെയാണ് പഠിക്കുന്നത്. കഴിഞ്ഞ ദിവസം നിങ്ങളുടെ SSLCയുടെ റിസൾട്ട് പ്രഖ്യാപിച്ചു. റിസൾട്ട് പ്രഖ്യാപിച്ചപ്പോൾ പല ഗ്രേറ്റ് ആയിട്ടുള്ള ആൾക്കാരുടെയും അവരുടെ ഇൻ്റർവ്യൂകൾ നമ്മൾ പത്രങ്ങളിലൊക്കെ വായിച്ചതാണ്. അതിലെന്നെ സ്വാധീനിച്ച, ഞാൻ വായിച്ചപ്പോൾ എന്നെ സ്വാധീനിച്ച ഒരു IPS ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു, IG വിജയൻ സാർ. അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ പറയുക. വളരെ സങ്കടകരമായ ഒരു അനുഭവമായിരുന്നു അദ്ദേഹത്തിൻ്റേത്. എന്തായിരുന്നു ആ അനുഭവം എന്ന് പറയുന്നത്? അദ്ദേഹം SSLCക്ക് പഠിക്കുമ്പോൾ SSLCയുടെ റിസൾട്ട് വന്നപ്പോൾ അദ്ദേഹം പരാജയപ്പെട്ടതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, അദ്ദേഹത്തിന് ബുദ്ധിയില്ലാത്തത് കൊണ്ടൊന്നുമല്ല. കാരണം അദ്ദേഹത്തിൻ്റെ വീട്ടിൻ്റെ സാഹചര്യം വളരെ മോശമായിരുന്നു. കൂലിപ്പണി ചെയ്താണ് 10ാം ക്ലാസ്സിൽ അദ്ദേഹം പഠിച്ചത്. എങ്കിലും പഠനം തുടരാൻ തന്നെ തീരുമാനിച്ച് വീണ്ടും അദ്ദേഹം കൂലിപ്പണി ചെയ്ത് 10ാം ക്ലാസ് വീണ്ടും പരീക്ഷ എഴുതി പാസ്സായി. അങ്ങനെ എല്ലാ വിഷയങ്ങളിലും എല്ലാ ക്ലാസ്സുകളിലും പിന്നീട് വളരെ മുന്നേറ്റം നടത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. ആ കഴിഞ്ഞതിൻ്റെ പിന്നിലുള്ള അദ്ദേഹത്തിൻ്റെ പിന്നീട് ഒരു രഹസ്യം എന്ന് പറയുന്നത്, അദ്ദേഹം IG ആണ്, IPS എടുത്തു. ഇന്ത്യൻ പോലീസ് സർവീസിൽ അദ്ദേഹം കയറി. IG ആണ്, കേരളത്തിലെ IG ആണ്. അദ്ദേഹം ഏതിലൂടെയാണ് അദ്ദേഹം തൻ്റെ ഉന്നതികളിലെത്തിയത്? പെർസീവിയറൻസിലൂടെയാണ്. ആ വാക്കിൻ്റെ അർത്ഥം നമ്മൾ മറക്കരുത്, പെർസീവിയറൻസ്. ഏതൊരു വ്യക്തിക്കും പെർസീവിയറൻസ് ഉണ്ടെങ്കിൽ, സ്ഥിരോത്സാഹമുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? നമുക്ക് നമ്മുടെ ലക്ഷ്യങ്ങളിലേക്ക് എത്തിച്ചേരാൻ കഴിയും. അതുകൊണ്ടാണ് ഞാൻ ആദ്യത്തെ ഒരു സെൻറ്റൻസ് പറഞ്ഞത്, സക്സസ് ഈസ് അൺഡൗട്ടഡ്ലി ദ ഫ്രൂട്ട് ഓഫ് പെർസീവിയറൻസ് എന്ന് ഞാൻ പറഞ്ഞത്. ആ ഒരു പെർസീവിയറൻസിനെ കുറിച്ചും സക്സസിനെ കുറിച്ചുമൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഗ്ലിംസസ് ഓഫ് ഗ്രേറ്റ്നെസ് എന്ന് പറയുന്ന ആ യൂണിറ്റിൽ നമ്മൾ പഠിക്കുന്നത്. ചില മഹാന്മാരുടെ അനുഭവങ്ങളും മഹാന്മാരുടെ കഥകളുമാണ് ഈ ചാപ്റ്ററിൽ, ഈ യൂണിറ്റിൽ നമ്മൾ പഠിക്കുന്നത്. അത് പിന്നീട് ഞാൻ ഒരു ഗ്രേറ്റ്നെസ് എന്താണ് എന്നുള്ളത് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ക്ലാസ് ഇന്നത്തെ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവരും ഈ എഴുതുന്നത് കുറിച്ചെടുക്കണം. എങ്ങനെ ഒരാളിന് ഗ്രേറ്റ്നെസ് അച്ചീവ് ചെയ്യാൻ കഴിയുക? ഗ്രേറ്റ്നെസ് മീൻസ് ഉത്കൃഷ്ടത, മഹത്വം എന്നൊക്കെയാണ്. ഞാനിവിടെ കുറേ ഇംഗ്ലീഷ് വേർഡ്സ് ഇവിടെ എഴുതിയിരിക്കുകയാണ്. ഏകദേശം 8 വാക്കുകൾ എഴുതിയിട്ടുണ്ട്. അത് കുറിച്ചെടുക്കണം, അത് പഠിക്കണം, അതിൻ്റെ മീനിങ് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ യൂണിറ്റിൻ്റെ പേര് ശ്രദ്ധിക്കുക, ഗ്ലിംസസ് ഓഫ് ഗ്രേറ്റ്നെസ്. ഒരു ഗ്രേറ്റ്നെസ് എങ്ങനെ ഉണ്ടാകുന്നു എന്നുള്ളതാണ് നമ്മൾ പഠിക്കുന്നത്. വാട്ട് ക്വാളിറ്റീസ് മേക്ക് പീപ്പിൾ ഗ്രേറ്റ്, അതാണ് ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. വാട്ട് ക്വാളിറ്റീസ് മേക്ക് പീപ്പിൾ ഗ്രേറ്റ്. വ്യക്തികളെ, ജനങ്ങളെ, ആൾക്കാരെ ഗ്രേറ്റ് ആകുന്നതിൻ്റെ ക്വാളിറ്റീസ് എന്തൊക്കെയാണ്, അതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്, അതിൻ്റെ സവിശേഷത എന്തൊക്കെയാണ്, അതാണ് ഞാൻ പറയുന്നത്. ഇവിടെ കുറേ വേർഡ്സ് ഞാൻ എഴുതിയിട്ടിട്ടുണ്ട്. ഒന്നാമത്തെ വേർഡ് എന്ന് പറയുന്നത് ഡിറ്റർമിനേഷൻ, ഹാർഡ് വർക്ക്, പെർസീവിയറൻസ്, കോൺഫിഡൻസ്, enthusiasm, conviction, courage, patience. ഇങ്ങനെ 8 വേർഡ്സ് ഞാൻ എഴുതിയിരിക്കുകയാണ്. ഈ 8 വേർഡ്സ് നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ ഗ്രേറ്റ്നെസ് എന്താണെന്ന് മനസ്സിലാക്കുന്നു. നമ്മൾ നോക്കുക, ടെക്സ്റ്റിലെ ഒന്നാമത്തെ ലെസൺ അല്ല ഇത്. ടെക്സ്റ്റ് ആരംഭിക്കുന്നത് ഈ ഒരു ഇൻട്രൊഡക്ഷനോട് കൂടിയാണ്. നേരത്തെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു, ഷേക്സ്പിയറിൻ്റെ ഒരു കൊട്ടേഷനോട് കൂടിയാണ്. ആ കൊട്ടേഷനിൽ പറഞ്ഞിരിക്കുന്നതും ഗ്രേറ്റ്നെസ്സിനെ കുറിച്ചാണ്. അടുത്ത നമ്മൾ പഠിക്കുന്നത് വാട്ട് ക്വാളിറ്റീസ് മേക്ക് പീപ്പിൾ ഗ്രേറ്റ്. ഗ്രേറ്റ്നെസ് എന്ന ആ ഒരു ക്വാളിറ്റി, ആ ഒരു ഗുണം ഒരു വ്യക്തിയിൽ ഉണ്ടാകണമെങ്കിൽ അയാൾക്ക് എന്തൊക്കെ ഉണ്ടായിരിക്കണം എന്ന് നമ്മൾ പഠിച്ച് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. ഗ്രേറ്റ്നെസ് ആണ് നമ്മൾ മനസ്സിലാക്കുന്നത്. വാട്ട് ക്വാളിറ്റീസ് മേക്ക് പീപ്പിൾ ഗ്രേറ്റ്. ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിൽ അയാൾ ഗ്രേറ്റ് ആകും അയാളുടെ ജീവിതത്തിൽ, ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ. എന്തൊക്കെയാണ്? ഒന്നാമത്തത് ഡിറ്റർമിനേഷൻ. എന്താ ഡിറ്റർമിനേഷൻ എന്ന് പറഞ്ഞാലോ? ഡിറ്റർമിനേഷൻ്റെ സ്പെല്ലിംഗ് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. DETERMINATION.
ഡിറ്റർമിനേഷൻ. എന്താ ഡിറ്റർമിനേഷൻ എന്ന് പറഞ്ഞാൽ? ദൃഢനിശ്ചയം എന്നാണ്. ദൃഢമായി നിശ്ചയിക്കുക, തീരുമാനിക്കുക. രണ്ടാമത്തെ എന്താണ്? ഹാർഡ് വർക്ക്. എന്താ ഹാർഡ് വർക്ക്? നമ്മൾ എക്സാമിനേഷൻ എഴുതുന്നതിന് മുൻപ് ഞങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുന്നില്ലേ? കഠിനാധ്വാനം ചെയ്യുന്നു, രണ്ടാമത്തെ വേർഡ്. മൂന്നാമത്തെ എന്താണ്? പെർസീവിയറൻസ്. നമ്മൾ നേരത്തെ പഠിച്ചു. പെർസീവിയറൻസ് സ്പെല്ലിംഗ് കുറിച്ചെടുക്കുക, സ്പെല്ലിംഗ് മനസ്സിലാക്കുക. പെർസീവിയറൻസ് എന്താ? പെർസീവിയറൻസ് എന്ന് പറഞ്ഞാൽ സ്ഥിരോത്സാഹം. നമ്മൾ ഒരു ദിവസം മാത്രം ഉത്സാഹം കാണിച്ചിട്ട് കാര്യമില്ല പഠിക്കുന്ന കാര്യത്തിൽ, അല്ലെങ്കിൽ നമുക്ക് ഗ്രേറ്റ്നെസ് നേടിയെടുക്കുന്ന കാര്യത്തിൽ സ്ഥിരമായി എന്തുണ്ടാകണം? പിന്നെ ഉത്സാഹം ഉണ്ടാകണം. അങ്ങനെ സ്ഥിരോത്സാഹത്തിനാണ് ഇംഗ്ലീഷിൽ നമ്മൾ എന്ത് പറയുന്നത്? പെർസീവിയറൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വേർഡ് നോക്കുക, കോൺഫിഡൻസ്. എന്താ കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ? നമ്മുടെ വിശ്വാസം, ആത്മവിശ്വാസം. ആ വിശ്വാസമാണ് കോൺഫിഡൻസ് എന്ന് പറയുന്നത്. അടുത്ത വേർഡ് നോക്കുക, എന്തൂസിയാസം. ആ വേർഡ് ശ്രദ്ധിക്കുക, എന്തൂസിയാസം. അതിന് നമുക്ക് വേറൊരു വാക്ക് ഞാൻ കുറേ കൂടെ എളുപ്പത്തിന് വേണ്ടി എഴുതുകയാണ്. എന്താണ്? ക്യൂരിയോസിറ്റി. ക്യൂരിയോസിറ്റി. വേറൊരു വാക്ക് പറയുകയാണെങ്കിൽ സീൽ, ZEAL, സീൽ. എന്താണ് ഇതിൻ്റെയൊക്കെ അർത്ഥം എന്ന് പറയുന്നത്? സീൽ, ക്യൂരിയോസിറ്റി, എന്തൂസിയാസം എന്നൊക്കെ പറഞ്ഞാൽ ജിജ്ഞാസ എന്നാണ് ഇതിൻ്റെ മലയാള അർത്ഥം. പിന്നെ നെക്സ്റ്റ് വേർഡ് ശ്രദ്ധിക്കുക, കൺവിക്ഷൻ. സ്പെല്ലിംഗ് നോക്കുക, CONVICTION. കൺവിക്ഷൻ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ദൃഢവിശ്വാസം എന്നാണ്. ഡിറ്റർമിനേഷൻ ദൃഢനിശ്ചയം, കൺവിക്ഷൻ ദൃഢവിശ്വാസം. നെക്സ്റ്റ് വേർഡ് കറേജ്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഫെമിലിയർ ആയിട്ടുള്ള വളരെ നമുക്ക് നന്നായിട്ട് അറിയാവുന്ന ഒരു വേർഡാണ് കറേജ്. ധീരത, ധൈര്യം എന്നൊക്കെ നമ്മൾ പറയും. ലാസ്റ്റ് വേർഡ് എന്താണ്? പേഷ്യൻസ്, ക്ഷമ. നമ്മളിതെല്ലാം ക്ഷമിക്കാനുള്ള ഒരു കഴിവ്. ഇത്രയും കാര്യങ്ങൾ കൂടിച്ചേരുമ്പോൾ ഒരു വ്യക്തിയിൽ എന്തുണ്ടാകുന്നു? ഗ്രേറ്റ്നെസ് ഉണ്ടാകുന്നു. അതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മളൊരു സെമിനാറാണ്, ഒരു പ്രോജക്റ്റ്. അതാണ് എന്താണ്? ആ ക്വസ്റ്റ്യൻ ഇതാണ്, വാട്ട് ക്വാളിറ്റീസ് മേക്ക് പീപ്പിൾ ഗ്രേറ്റ്? വാട്ട് ക്വാളിറ്റീസ് മേക്ക് പീപ്പിൾ ഗ്രേറ്റ്? ഒരു വ്യക്തിയിൽ അദ്ദേഹത്തിന് മഹത്വം ഉണ്ടാകണമെങ്കിൽ, ഉത്കൃഷ്ടതയുണ്ടാകണമെങ്കിൽ അയാൾക്കുണ്ടായിരിക്കേണ്ട ക്വാളിറ്റീസ് എന്തൊക്കെയാണ്, സവിശേഷതകൾ എന്തൊക്കെയാണ്, ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. ഇത്രയും ഗുണങ്ങളുണ്ടെങ്കിൽ ഏതൊക്കെയാണ് ഞാൻ റിപ്പീറ്റ് ചെയ്യുകയാണ്? ഡിറ്റർമിനേഷൻ, ഹാർഡ് വർക്ക്, പെർസിവിയറൻസ്, കോൺഫിഡൻസ്, എന്തൂസിയാസം, കൺവിക്ഷൻ, കറേജ് ആൻഡ് പേഷ്യൻസ്. ഇത്രയും കുറിച്ചെടുക്കുക. ഇത്രയും കുറിച്ചെടുത്ത് നമ്മൾ ഒരു സെമിനാറിനുള്ള ഒരു ക്വസ്റ്റ്യൻ നമ്മൾ മനസ്സിലാക്കി. എന്താണ് ആ ക്വസ്റ്റ്യൻ? വാട്ട് ക്വാളിറ്റീസ് മേക്ക് പീപ്പിൾ ഗ്രേറ്റ്? എന്തൊക്കെ ക്വാളിറ്റീസ് ആണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. ഓക്കെ, അത് കുറിച്ചെടുക്കുക, പഠിക്കുക, ഈ വാക്കുകളൊക്കെ പഠിക്കുക. അടുത്ത ക്ലാസ്സിൽ ഈ വാക്കുകളൊക്കെ ഉണ്ടെങ്കിലേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ട് ഇന്ന് ഇരുന്ന് പഠിക്കുക. ഓക്കെ, താങ്ക് യു വെരി മച്ച്. താങ്ക് യു.